ദേശീയത നായാട്ടിനിറങ്ങുമ്പോൾ. രചന കെ അരവിന്ദാക്ഷൻ. ലേഖനം ശബ്ദം നൽകുന്നത് സഞ്ജീവ് എസ് പിള്ള. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC Books 2021, എ DC Books പ്രൊഡക്ഷൻ. അധ്യായം 1. വിലക്കപ്പെടുന്ന വാക്ക്. ഡൽഹിയിലുള്ള ഹിന്ദു തീവ്രവാദി സംഘടനയായ ശിക്ഷാ ബച്ചാവോ ആന്തോളന്റെ ഭീഷണിയെ തുടർന്ന് പുസ്തകപ്രസാധകരായ പെൻഗ്വിൻ 2009 അവർ പ്രസിദ്ധീകരിച്ച വെൻഡി ഡൂണിഗറുടെ ദ ഹിന്ദുസ് ആൻഡ് ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി വിപണിയിൽ നിന്ന് പിൻവലിക്കാനും ശേഷിക്കുന്ന കോപ്പികൾ നശിപ്പിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. കോടതിക്ക് പുറത്തുണ്ടായ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയാണിത്. വെൻഡി ഡൂണിഗർ ഹിന്ദുയിസത്തിൽ ആഴത്തിൽ പഠനം നടത്തിവരുന്ന പണ്ഡിതയാണ്. സംസ്കൃതത്തിൽ അവർ നിഷ്ണാതയാണ്. അവരുടെ ആദ്യ ഗ്രന്ഥങ്ങളിലൊന്നായ വിമൺ, ആൻഡ്രോജിൻസ് ആൻഡ് ദ മിഥിക്കൽ ബീറ്റ്സ് എന്ന ഗ്രന്ഥം ഇതിന് സാക്ഷ്യപത്രമാണ്. ഹിന്ദുയിസത്തെ ഏകശിലാരൂപത്തിലുള്ള സംസ്കാരമായിട്ടല്ല അവർ അന്വേഷിക്കുന്നത്. നിരവധി തുറസ്സുകളുള്ള സ്വതന്ത്രമായ വിശാലമായ സാംസ്കാരിക ഭൂമികയായിട്ടാണ് അവർ അതിനെ കാണുന്നത്. മനഃശാസ്ത്രപരമായ അപഗ്രഥനത്തിലൂടെ ഹിന്ദു സംസ്കാരത്തിന്റെ നിരവധി അന്തർധാരകളെ അവർ തുറന്നുകാട്ടുന്നു, പൊളിച്ചെഴുതുന്നു. കാമവും രതിയും സ്വവർഗാനുരാഗവും ഒന്നും തന്നെ ഹിന്ദു ദൈവങ്ങൾക്ക് അന്യമല്ല. നമ്മുടെ നിത്യജീവിതത്തിന് അന്യമല്ലാത്തതുപോലെ ഒന്നിനെയും ഹിന്ദു സംസ്കാരം മ്ലേച്ഛമായി പുറത്തു നിർത്തിയിട്ടില്ല. ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും ജൂതയിസവും ബുദ്ധിസവും ജൈനിസവും താവോയിസവും പ്രാകൃതമായ മറ്റനേകം കൾട്ടുകളും നിരീശ്വരവാദവുമെല്ലാം അതിന്റെ ധാതുക്കളായി വർത്തിക്കുന്നുണ്ട്. സംവാദമാണ് അതിന്റെ അന്തസത്ത. ജാതീയതയും തീണ്ടായ്മയും പിന്നീട് വന്നുചേർന്ന കലർപ്പുകളാണ്. പല കലർപ്പുകളും അതിനുള്ളിലൂടെ കടന്നുപോയിട്ടും അതിന്നും അതിന്റെ വിശാലതയിൽ ഇസ്ലാമിനെയും ക്രിസ്ത്യാനിയെയും സിഖിസത്തെയും ഒന്നും ഉൾക്കൊള്ളാതിരിക്കുന്നില്ല. എന്നാൽ ബഹുസ്വരതയുള്ള ഹിന്ദുയിസത്തെ ഒരു ഏകശിലാ സംസ്കാരമാക്കി ഒരു സെമറ്റിക് മതത്തിന്റെ ധാർഷ്ട്യത്തിലേക്കും പാരുഷ്യത്തിലേക്കും പൗരുഷത്തിലേക്കും പരിവപ്പെടുത്തി ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമം പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്നുണ്ട്. 1920 മുതൽ 1960 വരെയുള്ള കുറഞ്ഞൊരു ഗാന്ധിയൻ കാലഘട്ടത്തിൽ മാത്രമാണ് അത്തരമൊരു ഹിന്ദുയിസത്തിന്റെ വക്താക്കൾ അരങ്ങിൽ നിന്നും മാറി നിന്നത്. ഹിന്ദു വലതുപക്ഷവും അധികാര രാഷ്ട്രീയവും. വെൻഡി ഡൂണിഗറുടെ പുസ്തക തമസ്കരണവും തീവ്ര ഹിന്ദുയിസത്തിന്റെ ലോഹപുരുഷനായ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വവും ഒരേ സന്ദർഭത്തിൽ സംഭവിക്കുന്നത് ആകസ്മികമല്ല. വിലക്കപ്പെടുന്ന ഓരോ വാക്കിനു പിന്നിലും അധികാര രാഷ്ട്രീയത്തിന്റെ ശക്തമായ ഇച്ഛകളുണ്ടെന്ന് നാം ഓർക്കണം. ദീനനാഥ് ഭാത്ര തലവനായിട്ടുള്ള ഹിന്ദു വലതുപക്ഷ സംഘടനയായ ശിക്ഷാ ബച്ചാവോ ആന്തോളൻ വിദ്യാഭ്യാസ പുസ്തകങ്ങളും ടെക്സ്റ്റ് ബുക്കുകളും പ്രസിദ്ധീകരിക്കുന്നവരാണ്. അവരുടെ എതിർപ്പ് ലാഘവമായിട്ടെടുക്കാൻ കഴിയില്ലെന്ന് പ്രസാധകരംഗത്തെ ഭീമന്മാരായ പെൻഗ്വിന് പോലും തോന്നിയിരിക്കണം. തെരഞ്ഞെടുപ്പ് കാറ്റ് എവിടേക്കാണ് വീശുന്നതെന്ന് ആർക്കറിയാം? അന്തർദേശീയ പ്രസാധകരായ പെൻഗ്വിൻ തന്നെയാണ് എല്ലാ ഭീഷണികളെയും എതിർപ്പുകളെയും അവഗണിച്ച് തങ്ങൾ പ്രസിദ്ധീകരിച്ച സൽമാൻ റുഷ്ദിയുടെ ദ സാത്താനിക് വേഴ്സസിനു വേണ്ടി സധൈര്യം നിലകൊണ്ടത്. 25 കൊല്ലം മുമ്പ് ഒരു ഫെബ്രുവരി 14 ഇറാന്റെ അയത്തുള്ള ഖൊമേനി എന്ന കടുത്ത മതതീവ്രവാദി റുഷ്ദിയുടെ 4ാമത്തെ നോവലായ ദ സാത്താനിക് വേഴ്സസ് മതനിന്ദയുടെ പേരിൽ നിരോധിച്ചുകൊണ്ട് ഫത്വ പുറപ്പെടുവിച്ചത്. ആധുനിക ചരിത്രത്തിലെ ഏറ്റവും പ്രാകൃതവും കിരാതവുമായ ഒരു തീട്ടൂരമായിരുന്നു അത്. റുഷ്ദിയുടെ നോവൽ നിരോധനത്തിലൂടെ ഇസ്ലാമിക തീവ്രവാദികൾ തുടങ്ങിവെച്ചത് വാക്കിനു നേരെയുള്ള ആധുനിക കാലത്തെ ഏറ്റവും നിഷ്ഠുരമായ വേട്ടയായിരുന്നു. എഴുതപ്പെട്ട വാക്കിനു നേരെ മാത്രമായിരുന്നില്ല അവരുടെ തോക്കും വാളും. Sample complete. Ready to continue?